സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. അദ്ദേഹം ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തഗ് ഡയലോഗ്സുകൾ വഴി തന്നെയാണ്. അദ്ദേഹം സിനിമകളൊക്കെ ചെയ്ത ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടി, അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടി, ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ചീഫ് ഗസ്റ്റായിട്ട് പോയി. അപ്പോൾ അദ്ദേഹം അത്യാവശ്യം സമ്പാദിച്ചു. ഈ സമ്പാദ്യം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള രീതിയിൽ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അന്നേരം അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഓൺലൈനിലുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളങ്ങനെ മുഖം വെച്ച് പോസ്റ്റ് ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തിനാണ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് പാവപ്പെട്ട ആളുകളെ നിങ്ങൾ ഉപയോഗിക്കുവാണോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നു. അദ്ദേഹം അതിനൊരു മറുപടി പറഞ്ഞു. അദ്ദേഹം ചില കോളനികളും അല്ല ട്രൈബലായിട്ടുള്ള ഏരിയകളും ആദിവാസി ഊരുകളും വികസനം എത്താത്ത സ്ഥലങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും അങ്ങനെ പല സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു ട്രൈബലായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ ചോദിച്ചു, സാർ ഇവിടെ 100-ലധികം കുഞ്ഞുങ്ങൾ പഠന സഹായവും വസ്ത്രങ്ങളായിട്ടും ആഹാരമായിട്ടും ബാഗായിട്ടും പുസ്തകമായിട്ടും പേനയായിട്ടൊക്കെ കിട്ടാനായിട്ട് അർഹതപ്പെട്ട ആൾക്കാരുണ്ട്, പക്ഷേ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. സാറിന് അവരെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 100 പേര്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറിയൊരു ബഡ്ജറ്റിൽ സിനിമ ചെയ്യുന്ന ആളാണ്, ഈ 100 പേരെ സ്പോൺസർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു 10 പേരെ സ്പോൺസർ ചെയ്യാം. അദ്ദേഹം ബാക്കി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളനിയിൽ അല്ലെങ്കിൽ ഈ ആദിവാസി ഊരിൽ ഇതാണ് വിഷയങ്ങൾ, ഇങ്ങനെ ആണ് കാര്യങ്ങൾ, ഇത്രയും കുട്ടികൾക്ക് പഠന സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ഇതിന് ശേഷം റോട്ടറി ക്ലബ്ബ് വന്നു, 10 കുട്ടികളെ അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ആ ലോക്കലായിട്ടുള്ള ലയൺസ് ക്ലബ്ബ് വന്നു, 10 കുട്ടികളെ അവർ ഏറ്റെടുത്തു. അങ്ങനെ പല പല ചാരിറ്റി ഓർഗനൈസേഷൻസ് അവരെ ഏറ്റെടുത്തു. അങ്ങനെ ഇന്ന് 100 കുട്ടികൾക്കും പഠന സഹായങ്ങളും അവരുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കുള്ള പണം ജീവിതാവസാനം വരെ അവർ പഠിക്കുന്ന അത്രയും കാലം വരെ അവരൊരു നല്ലൊരു സിസ്റ്റത്തിലേക്ക് എത്തുന്നിടം വരെ അവർക്ക് ലഭിക്കാനായി സന്തോഷ് പണ്ഡിറ്റ് കാരണമായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ഞാൻ അങ്ങനെ ആ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരെ ആര് സഹായിക്കുമായിരുന്നു, ഇതാരറിയുമായിരുന്നു എന്ന ചോദ്യം. ചില സമയത്ത് നമ്മൾ കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു നാണയത്തിന് 2 വശം എന്ന പോലെ, ഹെഡ് ടൈൽസ് എന്ന് പറഞ്ഞ് 2 വശമുള്ളത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയാൽ പോലും ചില വലിയ പോസിറ്റീവായിരിക്കും അതിൻ്റെ അപ്പുറം നടക്കുന്നത്. ഈ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഈ വിമർശകർ എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ടോ, അല്ല കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നു. സോ സപ്പോർട്ട് സന്തോഷ് പണ്ഡിറ്റ്.